നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 പരാഗ്വയും ഫ്രാൻസും തമ്മിൽ നടന്ന മത്സരം ഒരു വല്ലാത്ത കളിയായിരുന്നു. വളരെ ഫിസിക്കലായിട്ടുള്ള കളി, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞു നിന്നൊരു കളി. അതിൻ്റെ അനുരണനങ്ങൾ കളിക്ക് ശേഷവും കണ്ടു. അതിപ്പം കളിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും കളി കഴിഞ്ഞ ഉടനെ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലൊക്കെ ഒട്ടും അത്ര നല്ലതായിരുന്നില്ല. കളി കഴിഞ്ഞ ഉടനെ ഫൈനൽ വിസിൽ മുഴക്കിയ ഉടനെ കിലിയൻ എംബാപ്പയ്ക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പരാഗ്വയുടെ ഗോൾ കീപ്പർ ഓർലാൻഡോ ഗില്ലാണ് ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അപ്പോൾ ഗില്ല് കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എംബാപ്പ അത് ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ ഗില്ലിന് സ്വാഭാവികമായിട്ടും ദേഷ്യം വരുന്നുണ്ട്, തന്നെ ഇഗ്നോർ ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ബോൾ കൊണ്ട് എംബാപ്പയെ എറിഞ്ഞു. എംബാപ്പ പക്ഷേ ഇങ്ങനെ സ്ക്രീമൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലായതുകൊണ്ട് അതത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതങ്ങനെ ആ സംഭവം എന്താണ് ഉണ്ടായത് എന്നിപ്പം വിശദീകരിച്ച് പറയുകയാണ് ഗോൾ കീപ്പർ ഓർലാൻഡോ ഗില്ല്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കൈ നീട്ടി എംബാപ്പയ്ക്ക് നേരെ. ഞാൻ കൈ കൊടുത്തത് എന്തിനാണ്? അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊടുത്തത്. പക്ഷേ അയാൾ എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ പന്തെടുത്തെറിഞ്ഞു. പക്ഷെ അതിന് ശേഷം ഞാൻ ശാന്തനായി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അഭിനന്ദനങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഫ്രാൻസ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവാനുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ്. ഞങ്ങൾ സൗത്ത് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്, അതവിടെ കഴിയും, കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല എന്നുകൂടി ഓർലാൻഡോ ഗില്ല് പറയുന്നു. ഏതായാലും അദ്ദേഹം അത് അത്രേ കാണുന്നുള്ളൂ, കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എംബാപ്പയെ അഭിനന്ദിക്കാൻ വേണ്ടി കൈനീട്ടിയതാണ്. എംബാപ്പെ പക്ഷേ ത്രൂ ഔട്ട് ദി ഗെയിം ഇങ്ങനെ അവരുടെ താരങ്ങളുടെ പ്രകോപനമൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ അദ്ദേഹം ദേഷ്യത്തിലായിരുന്നിരിക്കണം, അദ്ദേഹം ഇഗ്നോർ ചെയ്തു പോയി. മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ ത്രൂ ഔട്ട് ദി ഗെയിം ചിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കളിയാക്കി തിരിച്ച് ചിരിക്കുക എന്നുള്ളതാണ് എംബാപ്പെ തന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുമ്പോൾ അതിൽ വീഴാതെ തിരിച്ച് ചിരിക്കുകയാണ് എംബാപ്പെ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇത് ഫുട്ബോളല്ലെന്നും അവർ വളരെ മോശമായിട്ടുള്ള ഡേറ്റി ഗെയിമാണ് കളിച്ച്, ഞങ്ങൾക്കും അതറിയാം എന്ന് തെളിയിക്കുകയാണ് ചെയ്തത് എന്നുകൂടി എംബാപ്പെ കളിക്ക് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും വലിയ ടീമുകളോട് മുട്ടി നിൽക്കാൻ വേണ്ടി പല ടീമുകൾ ഇത്തരത്തിലുള്ള ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കും. അത് ഫുട്ബോളിന് നല്ലതാണെന്ന് ചോദിച്ചാൽ വിജയമാണല്ലോ വേൾഡ് കപ്പിൽ പ്രധാനം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്ലക്സ് എത്താം.